ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അമേരിക്കയിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സ് റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും അമേരിക്കയിൽ റാലിയാണ്. AMD, ആപ്പിള്, ആൽഫബറ്റ്, ഈ 3 സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മെറ്റ, അതുപോലെ തന്നെ NVIDIA, മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകൾ മുന്നേറിയിരിക്കുകയാണ്. ഓവറോൾ ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് അമേരിക്കയിലുള്ളത്. ഇത് പ്രധാനമായിട്ടും അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഗോൾഡിലൊക്കെ കണ്ടിട്ടുണ്ട്. ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല വൊളാട്ടിലിറ്റി കാണിച്ചൊരു കമ്മോഡിറ്റി ആയിരുന്നു. സ്പോട്ട് ഗോൾഡിൻ്റെ പ്രൈസ് $4,381 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അറൗണ്ട് 6.3% ഹൈയിൽ നിന്ന് താഴെ വന്നിരുന്നു. $403 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $4,111.2 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അപ്പോൾ നല്ല വൊളാട്ടിലിറ്റിയാണ് ഗോൾഡ് പ്രൈസിൽ കണ്ടത്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ സിൽവർ പ്രൈസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $54.52 പെർ ഔൺസ് ആണ് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതിനുശേഷം സിൽവർ പ്രൈസ് $47.77 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $48.53 പെർ ഔൺസിലാണ്. അപ്പോൾ ഗോൾഡിലും സിൽവറിലും നല്ല മുന്നേറ്റമായിരുന്നു. അതേസമയം ഈ മുന്നേറ്റത്തിന് ശേഷം നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ള മറ്റൊരു കമ്മോഡിറ്റി കോപ്പറാണ്. കോപ്പർ 15 മന്ത് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച മിക്കവാറും കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം അലുമിനിയം, അതുപോലെ തന്നെ സിങ്ക്, ബ്രൻഡ് ക്രൂഡ് ഓയിൽ, ഈ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിൽ $65.94 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും റഷ്യൻ ഓയിൽ കമ്പനികളുടെ മേൽ യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. റഷ്യയുടെ കമ്പനികളിൽ നിന്ന് ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. നാച്ചുറൽ ഗ്യാസും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $3.3 പെർ MMBTU ആണ് മോർഗൻ സ്റ്റാൻലി പോലുള്ള റിസർച്ച് ഹൗസസ് പറയുന്നത്. ഇതൊരു പക്ഷേ അടുത്ത മാസങ്ങളിൽ വീണ്ടും ഉയർന്നേക്കാം. $5 പെർ MMBTUയിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്യാസും ഒരു പക്ഷേ റാലി ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ച ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 87.7 പെർ ഡോളറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്ക് ടു വീക്ക്. ജപ്പാനിൽ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുകയാണ്. ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്ററാണ്. ഒപ്പം പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വന്നിട്ടുണ്ട്. ആദ്യത്തെ വനിതാ ഫൈനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ 2 വനിതകൾ യഥാക്രമം പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ 2 വനിതകളും റിഫോം മെഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മിനിസ്റ്റേഴ്സാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ജാപ്പനീസ് മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. ജാപ്പനീസ് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹോങ്കോങ് മാർക്കറ്റും കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു.
ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത് ടെക്നോളജി റാലി തന്നെയാണ്. ഈ ആഴ്ചയിലും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജി സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ചിപ്പ് റിലേറ്റഡ്, AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും ഒരു മുന്നേറ്റം കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസത്തെ ഗെയിനിന് ശേഷം വെള്ളിയാഴ്ച നമ്മൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു ട്രേഡ് ഡീലിൽ സൈൻ ചെയ്യില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിന് ശേഷമാണ് ഒരു സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. അതേസമയം മറ്റ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ആഴ്ച പര്യവസാനിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ നമുക്ക് ഈ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മളെ സംബന്ധിച്ച് സംവാദ് 2081 എൻഡ് ചെയ്ത ഒരാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ ദീപാവലി മുഹൂർത്ത വ്യാപാരത്തോടു കൂടി സംവാദ് 2082 ആരംഭിച്ചിട്ടുണ്ട്. സംവാദ് 2081 നിഫ്റ്റി സെൻസെക്സ് യഥാക്രമം 6% ഗെയിനോടുകൂടി, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയൊക്കെ അറൗണ്ട് 15% ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം സംവാദ് 2082 നല്ല ഗെയിനാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേലുള്ള താരിഫ് US കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒപ്പം ഈ ആഴ്ചയിൽ ചൈനയും അതുപോലെ തന്നെ US തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ഈ വ്യാഴാഴ്ച, അതായത് വരുന്ന വ്യാഴാഴ്ച ചൈനീസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ US പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിങ്ങിൽ ചൈന US ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ആഴ്ചയിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ, അതുപോലെ തന്നെ ചൈന US ട്രേഡ് ഡീൽ, ഈ 2 ഡീലുകളും ഫേവറബിളായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും ഒരുപക്ഷെ ഈ ആഴ്ച പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, നമ്മുടെ പല പോഡ്കാസ്റ്റുകളിലും മുമ്പുള്ള പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ദീപാവലിയോടുകൂടി നമ്മുടെ മാർക്കറ്റ് മുന്നേറും എന്നുള്ളൊരു കാര്യം. അത്തരത്തിലുള്ള മുന്നേറ്റം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ ട്രേഡ് ഡീൽ ഫേവറബിളായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിലും Q2 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള Q2 റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള Q2 റിസൾട്ട് ITC ഹോട്ടൽസിൻ്റെ ആണ്. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്ത് വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ലോറസ് ലാബിൻ്റെ ആയിരുന്നു. ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ലോറസ് ലാബ് നല്ല രീതിയിലുള്ള മുന്നേറിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ ധാരാളം Q2 റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ Q2 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ട്രേഡ് ഡീൽ പോസിറ്റീവായിട്ട് ഉള്ളൊരു ഡിസിഷനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ സെക്ടർ സ്പെസിഫിക്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ സെക്ടറിൽ മാർജിൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, അതുപോലെ തന്നെ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, സെയിൽ, ശ്യാം മെറ്റാലിക്സ്, ഈ കമ്പനികളൊക്കെ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും വളരെ പോസിറ്റീവ് തന്നെയാണ്.
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 ദിവസത്തെ പ്ലീനം കഴിഞ്ഞ വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു. ഈ പ്ലീനത്തിൽ ഡിസിഷൻ നോക്കുകയാണെങ്കിൽ ചൈനേനെ ടെക്നോളജി സെൽഫ് റിലയൻസ് കൺട്രി ആയിട്ട് മാറ്റാനാണ് ഈ പ്ലീനത്തിൽ പ്രപ്പോസൽസ് ഉള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ് ഈ പ്രപ്പോസൽസ്. അടുത്ത 5 വർഷത്തിൽ വലിയ രീതിയിലുള്ള സ്പെൻഡിങ് ആണ് ടെക്നോളജി സെക്ടറിൽ. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനും വലിയ രീതിയിലുള്ള പുഷാണ് ചൈനീസ് ഗവൺമെൻറ് നൽകാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് എക്കണോമി ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് മെറ്റൽ സെക്ടറിലാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ വലിയ രീതിയിലാണ് എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത മെറ്റൽ പ്രൊഡ്യൂസിങ് കമ്പനികളെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ചൈനീസ് ഗവൺമെൻറ് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റീൽ കമ്പനികളിൽ അല്ലെങ്കിൽ മെറ്റൽ കമ്പനികളിലൊക്കെ ചൈനയിൽ കാണാം. സ്റ്റീൽ പ്രൊഡക്ഷൻ കുറഞ്ഞേക്കാം, ക്വാളിറ്റി സ്റ്റീൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള, അതായത് ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസർ ലോകത്തിൽ. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ സ്റ്റീൽ കമ്പനികൾക്ക് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഓവറോൾ മെറ്റൽസിനെ സംബന്ധിച്ച് അലുമിനിയം, സ്റ്റീല്, അതുപോലെ തന്നെ കോപ്പർ, ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഡേയ്സ് ആണ് ഹെഡ്. ഒപ്പം വേദാന്ത മെറ്റൽ അല്ലെങ്കിൽ മിനറൽസ് രംഗത്തുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഡിമർജർ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്, NCLT ഡിസിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒപ്പം 1 lakh crore rupees-ആണ് അവർ ഒഡീസയിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തൂത്തുക്കുടിയിലുള്ള സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് ഒരുപക്ഷെ റീഓപ്പൺ ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 100 കോടി രൂപ CSR ഫണ്ട് ഫോം ചെയ്തുകൊണ്ടൊരു പ്രപ്പോസലാണ് ഈ കമ്പനി നൽകിയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനീനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. ഹിൻഡാൽക്കോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ അലുമിനിയം രംഗത്തുള്ള ഹിൻഡാൽക്കോ, നാൽക്കോ, വേദാന്ത ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഒപ്പം കോപ്പർ റിലേറ്റഡ് ആയിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ മെറ്റൽസ് ആൻഡ് മിനറൽസ് രംഗത്തുള്ള NMDC ഈ കമ്പനികളെ സംബന്ധിച്ച് നല്ല ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ സെക്ടർ, മെറ്റൽ സെക്ടർ അല്ലെങ്കിൽ മിനറൽ സെക്ടറിൽ വന്നിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അപ്പം ഇന്ത്യ ഗവൺമെൻറ് റെയർ എർത്ത് രംഗത്ത് വലിയ രീതിയിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള മെഷേഴ്സ് തന്നെയാണ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രംഗത്തുള്ള കമ്പനികൾ തന്നെയാണ് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ. അപ്പോൾ ഈ രംഗത്തുള്ള കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് HFCL 1000 ഏക്കർ ലാൻഡാണ് ആന്ധ്രാപ്രദേശിൽ അക്വയർ ചെയ്തിട്ടുള്ളത്. ധാരാളം ഡിഫൻസ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. നല്ല രീതിയിൽ ഹയർ പ്രൈസിൽ നിന്ന് കറക്ഷൻ നേരിട്ടുള്ളൊരു ഓഹരിയാണ് HFCL. അടുത്ത മാസങ്ങളിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. വാരി എനർജീസ് ഇന്ത്യയിൽ നിന്നും US-ൽ നിന്നും ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ റിലേറ്റഡ് കമ്പനിയാണ് വാരി എനർജീസ്. സോളാർ മോഡ്യൂൾസ് ഉണ്ടാക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ ഓർഡർ ബാങ്കിങ് ന്യൂസ് വാരി എനർജീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡൊമസ്റ്റിക് ആയാലും ഇൻ്റർനാഷണൽ ആയാലും ധാരാളം ഓർഡേഴ്സാണ് ഈ കമ്പനി ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ളൊരു കമ്പനിയായിരുന്നു വിക്രാൻ എഞ്ചിനീയറിങ്. 354.21 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. ഒരു സോളാർ PV പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോളാർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ളൊരു കമ്പനിയാണ് വിക്രാൻ എഞ്ചിനീയറിങ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നേറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപാക് ഫ്രീ ഫാബ് റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ള കമ്പനിയാണ്. 129.9 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂലി ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഈ ഓർഡർ ബാഗിങ് ന്യൂസുകളെല്ലാം തന്നെ ലോങ് റണ്ണിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. NCC ലിമിറ്റഡ് 6828.94 കോടി രൂപയുടെ ഓർഡർ കോൾ ഇന്ത്യയുടെ സബ്സിഡറിയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. NCC ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ വലിയ ഓർഡേഴ്സാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഈ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റഡ് അല്ല ഇപ്പോഴും. പക്ഷേ ലോങ് റണ്ണിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി ഇന്ത്യയിലെ ബാങ്കുകളിൽ വിദേശ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വലിയ രീതിയിലാണ് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ RBL ബാങ്കിൽ 60% സ്റ്റേക്ക് എമിറേറ്റ്സ് NBD അക്വയർ ചെയ്തിരുന്നു. അതിന് മുന്നത്തെ ആഴ്ചയിൽ സമ്മാൻ ക്യാപിറ്റലിൽ അബുദാബി ബേസ്ഡ് ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി 43% സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. നമ്മൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ശനിയാഴ്ച ഫെഡറൽ ബാങ്കിൽ ബ്ലാക്ക് ഗ്രൂപ്പ് 9.99% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. 227 രൂപ പെർ ഷെയർ ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഈ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ NBFC സെക്ടറിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ട് ന്യൂസുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അക്വിസിഷൻസ് എല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ച പോലെ തന്നെ വേഴ്സ്റ്റ് സീംസ് ഓവർ തന്നെയാണ്. നമ്മുടെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആണ്. വളരെ പ്രോമിസിങ് ഡേയ്സ് ആണ് നമ്മുടെ PSU അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അഡാനിനെ കുറിച്ചും LICനെ കുറിച്ചും വീണ്ടും പല അലഗേഷൻസൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് വന്നിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു അലഗേഷനാണ് LIC എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടാണ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ സ്റ്റേക്ക് അക്വയർ ചെയ്തത് എന്നൊരു അലഗേഷനാണ്. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അലഗേഷൻ മാത്രമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ ഇതിനേലും വലിയ അലഗേഷൻസൊക്കെ കണ്ടിരുന്നു. ഹിൻഡൻബർഗ് അത് ഒന്നും അല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ഒന്നും തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ ഇന്ത്യൻ എക്കണോമിക്ക് ഇന്നൊവേറ്റബിൾ ആണ്. അതുപോലെ തന്നെ LIC ഒക്കെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിസർച്ച് നടത്തിയിട്ട് തന്നെയാണ് LIC ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനികളെ താറടിച്ച് കാണിക്കാനായിട്ട് പല സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വീണ്ടും വന്നേക്കാം. അതിലൊന്നും തന്നെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. ഒപ്പം വേദാന്തനെ കുറിച്ചൊക്കെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വൈസ്രോയ് റിസർച്ച് വലിയ രീതിയിലുള്ള അലഗേഷൻസ് ഒക്കെ ഉന്നയിച്ചിരുന്നു. വീണ്ടും അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ വേദാന്ത സ്റ്റോക്ക് പ്രൈസിലൊന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. മറിച്ച് വേദാന്ത സ്റ്റോക്ക് പ്രൈസൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലൊന്നും തന്നെ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മേജർ ഡിസിഷൻ എന്ന് പറയുന്നത് 79,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ വളരെ ഈസി ആയിട്ട് പാസ്സാക്കാനായിട്ട് ഗവൺമെൻറ് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ 60,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത് നേവിക്ക് വേണ്ടിയാണ്. അതായത് യുദ്ധക്കപ്പലുകൾ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ നിർമ്മിക്കാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഷിപ്പിംഗ് കമ്പനികളായി കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, മസഗൺ ഡോക്സ് ആൻഡ് ഡിഫൻസ്, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയുള്ള ടിറ്റഗര റെയിൽവേ, ഒപ്പം ഇത്തരത്തിലുള്ള ഷിപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ്, റഡാർസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഡാറ്റ പാറ്റേൺസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഗവൺമെൻറ് ഡിസിഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ L&T പ്രൈവറ്റ് രംഗത്തുള്ള കമേഴ്ഷ്യൽ ഷിപ്പുകളും അതുപോലെ തന്നെ ഡിഫൻസിന് വേണ്ടി ഷിപ്പ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് L&Tനെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ ഈ ഡിസിഷൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഈ ആഴ്ച വീണ്ടും ഒരു മെയിൻ ബോർഡ് IPO ഓപ്പൺ ആവുകയാണ്. ഓർക്കല ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഓർക്കല ASA നോർവേയുടെ സബ്സിഡിയറിയാണ്. ഈ ഓർക്കല ഇന്ത്യ ലിമിറ്റഡ് ആണ് AMTR ഫുഡ്സും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സും അക്വയർ ചെയ്തിരുന്നത്. അതായത് ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ എൻഡയർ പ്രൊഡക്റ്റ് ലൈനും അക്വയർ ചെയ്തിരുന്ന ഈ കമ്പനിയാണ്. അതുപോലെ തന്നെ AMTR ഫുഡ്സും അക്വയർ ചെയ്തു. സ്പൈസസ് ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്യുന്ന ഒക്ടോബർ 29-നാണ്, ക്ലോസ് ചെയ്യുന്നത് 31-നാണ്. 13.7 കോടി രൂപയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഈ കമ്പനിയുടെ 1 രൂപയാണ് ഫേസ് വാല്യൂ. ബുക്ക് വാല്യൂ വരുന്നത് 141. IPO പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE റേഷ്യോ 31.18 അപ്പോൾ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 15 മുതൽ 25% വരെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഓർക്കല ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ഓർക്കല ഇന്ത്യ ലിമിറ്റഡ്.
അപ്പോൾ ഇതൊക്കെയാണ് IPO മാർക്കറ്റിലെ വിശേഷങ്ങൾ. പൊതുവെ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ബെറ്റർ സെൻറ്റിമെൻറ്റും തന്നെയാണ്. അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ വാറ് സെറ്റിലാവുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും. ഒപ്പം US ചൈന ട്രേഡ് റിലേറ്റഡ് ടോക്സ് സക്സസ് ആവുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ US റിലേറ്റഡ് ട്രേഡ് റിലേറ്റഡ് ടോക്കുകൾ സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ വരുന്നുണ്ട്. 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം വരികയാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എമർജിങ് മാർക്കറ്റുകളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഈ ആഴ്ചയിലുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും നല്ല ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. സിൽവറിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. എന്നിരുന്നാലും ഈ രണ്ട് കമ്മോഡിറ്റികളും നല്ല രീതിയിൽ മുന്നേറിയിട്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നേറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആദ്യ ലെവലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും മറ്റേ എവരി റൈസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഈ കമ്മോഡിറ്റികളിലും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ കോപ്പർ ഈ ആഴ്ചയിൽ പുതിയ റെക്കോർഡായി ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ മാർക്കറ്റ് റിയാക്ഷനിൽ വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. നമ്മൾ 10 പിക്കുകളാണ് ദീപാവലി പിക്കുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 10 ദീപാവലി പിക്കുകളും മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുന്നേറുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.